ഷാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാതെ. അപ്പം നമ്മൾ എവിടേക്കാ പോണത്? ബിരിയാണി തിന്നാനേ പോവാണ്. ഒരു പരിപാടി ഉണ്ട്, അപ്പൊ അതിന് പോവാണ്. വണ്ടി ഓടിക്കുമ്പോ ഫോണ് തൊടൂല, അത് ഇനി എന്ത് തന്നെ ആയാലും കേട്ടോ. അപ്പൊ ഹെഡ്സെറ്റ് പോണ വഴി തിരൂരെത്തിക്കണം കേട്ടോ. തിരൂരെത്തി അത് കൊണ്ടുപോയാ അടിച്ചു കൊടുക്കുന്നത് പറഞ്ഞാടാ. എന്താ പറയാ? അപ്പൊ ആരെ ഗോപാലേ? ഗോപാലേ ഓട ഗോപാലാ? ആരാണ് ഗോപാലേ? സുന്ദരമണി ആരാ? സുന്ദരമണി ആരാ? പൈസാണാ ഇത് വേണ വലിയ ഉറപ്പ്. പണ്ടത്തെ ജയശ്ശേരി കണക്ക് പറ്റൂല. ആര് കുട്ടിയാണ്? ആരിത്? ലല്ലുട്ടനോ? വേറെ കുട്ടിയൊന്നല്ല. അന്നെടുക്കൂല, അന്നെടുക്കൂല. വേറെ കുട്ടിയതാ. അതാ അന്നെടുക്കൂല. പൈസ വായിക്കൊക്കെ ഈ ഫോട്ടോ ഇട്ട് കൊടുക്കല്ല, കുട്ടിയുടെ കയ്യിൽ കൊടുക്ക. ലല്ലു വാങ്ങ്, ലല്ലു വാങ്ങ്. രണ്ടും കൂടി അപ്പം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഉറുത്തി കാണിച്ചു കൊടുക്കണ്ടേ കുട്ടികൾക്ക്? ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കണ്ടേ ടാട്ടമാര്? അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ ഒരു പരിപാടിയായിട്ട് വന്നതിനിട്ട് ഞങ്ങൾ ഭാര്യ വീട്ടിൽ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ തൊട്ടടുത്ത് കൊടുത്തിട്ട് കുട്ടീൻ്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വന്നതിന്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ ഒന്ന് പോവാച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ നടുക്ക് നിൽക്കുന്ന ഈ ടോപ്പിട്ട ഈ കുട്ടിയാണ്. ഈ കുട്ടീൻ്റെ ഒരു പരിപാടിയുണ്ട് ആ വീട്ടിൽ. അപ്പോൾ അവരെ കൂട്ടുകാരത്തി ആളാട്ടോ, അവർ സ്കൂളിൽ നിന്ന് വന്നതാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ, ഒരു സ്ഥലം വരെ പോവാണ്. ഓനവൻ്റെ സീറ്റിലൊക്കെ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, അളിയുണ്ട്, അമ്മയുണ്ട്, അളിയൻ്റെ വൈഫുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? ശരി. ഞങ്ങൾ അന്നായിരുന്നു പോകുന്നിട്ട് പൂങ്കോട്ടോളം എത്തിയിട്ട്. പൂങ്കോട്ടോളം ഇപ്പോൾ പഴയ വരുന്നല്ല, അപ്പോൾ പുതിയ സിഗ്നലൊക്കെ വന്നിട്ടുണ്ട് പൂങ്കോട്ടോളം ടൗണിൽ തന്നെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ സിഗ്നൽ വന്നപ്പോഴാണ് ഒന്നും കൂടി ബ്ലോക്ക് കൂടിയിട്ടാ. താനൂർ ഹാർബറിലാണ് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത്. താനൂർ ഹാർബറിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളതിൻ്റെ മെയിൻ ഗേറ്റൊക്കെ അവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. പഴയ മരുന്നല്ല. ഇപ്പോൾ അന്ന്
നല്ല തിരക്കുള്ള ദിവസമായിട്ട് ഞങ്ങൾ പോയപ്പോൾ തന്നെ. കാരണം എല്ലായിടത്തും അത്യാവശ്യം ആളുകൾ വന്നിട്ട് പിന്നെ പൊതുവേ ട്രോളിങ് നിലനിൽക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ ഇത്. ഈ അടുത്ത മാസം 1-ാം തീയതി കൂടി ഓഗസ്റ്റിക്ക് ട്രോളിങ് നിർത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെയുള്ളൊരു നിലവിൽ മീൻ പൊതുവെ കുറച്ച് മീനുള്ളെങ്കിലും ശരി അവരെ ജീവിതമാർഗ്ഗം നടക്കേണ്ടതല്ലാതെ അവർക്കൊന്നിനും സത്യം പറഞ്ഞാൽ അവിടെയുള്ള മീൻകാർക്കൊന്നും ഈ കടലിൽ പോണ ഒരുപാട് ആൾക്കാർക്കൊന്നും പണിയില്ല കേട്ടോ. അവരെ പോലെ തന്നെയല്ലേ, നമ്മളെ പോലെ തന്നെയല്ലേ കല്ലുണ്ടെങ്കിൽ പണിയുണ്ട്, അതേപോലെ അവർക്ക് മീൻ ഉണ്ടെങ്കിൽ പണിയുണ്ട് എന്നുള്ള നിലയ്ക്ക് അവരിപ്പോൾ ഒരുപാട് കഷ്ടത്തിലാണ്. കാരണം ഇപ്പോൾ അത്രയും വണ്ടി പോയിട്ട് വളരെ ചുരുക്കം മീനേ കിട്ടണുള്ളൂ. പിന്നെ ട്രോളിങ് ആയതുകൊണ്ട് പിടിക്കാനും പറ്റണില്ല. അപ്പം നമ്മളെ വണ്ടി എന്നും ആ വണ്ടി തന്നെ കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് പിന്നെ അതിലൊരു ജീപ്പ് പോയപ്പോൾ നമ്മൾ കണ്ണെടുക്കാതെ നോക്കി. കാരണം അത് നമ്മളൊരു എന്നൊരു വികാരമാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ജീവിതത്തിൽ ആഗ്രഹം കൊണ്ട് എടുക്കണം എന്നുള്ള നല്ലൊരു ജീപ്പ് എടുക്കും ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആയിട്ടൊരു നല്ലൊരു ജീപ്പ് എടുക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഹാർബറിലെത്തിയപ്പോഴാണ് നമ്മൾ അവിടെ കുറേ മീനുകൾ കണ്ടിട്ടാ. അതിലിടയ്ക്ക് നമ്മൾ മെയിനായിട്ട് കണ്ടൊരു മീനാണ് വലിയ അയക്കൂറ. അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. പക്ഷേ ആ മീനുകളൊക്കെ എക്സ്പോർട്ടിങ്ങിനുള്ളതാട്ടോ. ആ മീനുകൾ അത് അവിടെ സെയിൽ ചെയ്യാനുള്ള എത്രയോ നല്ല റേറ്റിൻ്റെ മീൻ. കാരണം ഞങ്ങൾ ഒരുപാട് ദിവസം പണിയില്ലായിരുന്നിട്ടൊക്കെ കിട്ടുന്ന മീനുകളാണ് അതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മത്തിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ മത്തി. അവർ പോയതിനുള്ളത് വെച്ചിട്ടുള്ള അവർക്കുള്ള മെനക്കെടാനുള്ള മത്തിയൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ ഒരു ബോട്ടിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ പോകണതല്ല, അവർക്ക് അതിൻ്റെതായ രീതിയിൽ വില കിട്ടിയില്ലെങ്കിൽ തോക്കുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ മീനിൻ്റെ എത്ര റേറ്റ് വരുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഈ കുറച്ച് മീനും വെച്ചിട്ട് എങ്ങനെ കുടുംബം പറ്റുക. അതിൽ വരുന്നവർക്കും അവിടെ വരുന്നവർക്കും അവരുടെ പരിചയക്കാർക്കൊക്കെ അവർ കൊടുക്കുന്നുണ്ട് മീൻ ഇട്ടാൽ, ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അവരുടെ കൂട്ടുകാർക്കൊക്കെ മീൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് കടലിൽ പോയിട്ട് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്തിട്ട് അവരെ കുടുംബം വേണ്ട മുന്നോട്ട് പോവുക. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വലിയ വിഷമം തന്നെ കേട്ടോ. നമ്മളിപ്പോൾ കുറേ പോവുകയാണെങ്കിലും കടലിൽ പോകണമെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കണ്ണ മത്തി എന്ന് പറയുന്നത് നല്ല വില കേട്ടോ. ആ ഒരു 9 വെട്ടി മത്തിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല പരുന്തുകൾ കടലിൻ്റെ പുറത്തിങ്ങനെ പാറി നടക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് നോക്കിയപ്പോൾ ഈ ലോങ്ങിക്കൊക്കെ ഉള്ള മീൻ ഇതേമാതിരി പെട്ടിയിലാക്കി കൊണ്ട് ഐസിട്ട് ഇതിൽ കയറ്റി വിടണം കേട്ടോ, കണ്ടെയ്നറിൽ കയറ്റി വിടണം കേട്ടോ. നമ്മുടെ മീൻ വണ്ടി ഇൻസുലേറ്ററിൽ കയറ്റി വിടണം കേട്ടോ. നമ്മൾ ആദ്യം പോയിന്ന വണ്ടിയൊക്കെ തന്നെ ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളും പണിയെടുത്തിട്ടില്ല എന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിനുള്ള കേട്ടോ. അത് ഓരോരോ സ്ഥലത്തേക്ക് മീനില്ലാത്തടത്തേക്ക് കയറ്റി അയക്കണ പരിപാടി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ആ ഒരു സുഹൃത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആൾ ഇങ്ങനെ നോക്കി നിൽക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആത്മാർത്ഥതയിലാണ് ആ കൊട്ടയിൽ ഇടുന്നതൊക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല മഴക്കാലല്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ നല്ല ചൂട് തണുപ്പ് ക്ലൈമറ്റും നല്ല ചൂട് കടലയും കൂടി കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് ഒരു നല്ല ചൂട് കടലയും വാങ്ങിയിട്ട് അവിടുന്ന്. അപ്പോൾ അയാളെ മൊത്തം സന്തോഷം. നമ്മൾ അവിടുന്ന് 5-6 പാക്കറ്റ് വാങ്ങുകയും ചെയ്തു. പാവട്ടെ, എല്ലാവരും ഈ അന്നാന്നുള്ള ജോലിക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണ്ട പ്രശ്നം. ഈ ആരെങ്കിലുമൊക്കെ വാങ്ങിയാൽ തന്നെ എല്ലാവർക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തീരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹാർബറിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു പാസിങ്ങും കൂടി അങ്ങനെ കൈവരി ഇപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഹാർബർക്ക് ഉണ്ടാക്കിയ പുതിയ റോഡിൻ്റെ ഇതിക്ക് അടുത്തെത്തിട്ടോ. ഇനി അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ. ആ തലവരെ നടക്കണമെന്നുണ്ട്, ചിലപ്പോഴേ നടക്കുള്ളൂ. ഇനി ഒപ്പമുള്ളവർക്കൊക്കെ നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ കേട്ടോ. അങ്ങനെ അളിയനും വൈഫും കൂടി അപ്പുറത്ത് പോയിട്ട് ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ കടല പാക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കടല പാക്കറ്റ് വാങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇതിൻ്റെ ഈ കടലിൻ്റെ പുതിയ മതിലുണ്ടാക്കിയാട്ടത് ഒരു സംരക്ഷണ ഭിത്തി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ മതിലുണ്ടാക്കിയതാണ് അപ്പോൾ അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ കയറി ഇരുന്നിട്ടാട്ടെ ഞാൻ ഫോട്ടോ എടുക്കാനുള്ളത്. അപ്പോൾ ഞാനും ആദ്യമോനും ആദ്യമേ കൊത്തി പിടിച്ച് കയറിങ്ങാണ്ട് ഞങ്ങളുണ്ടല്ലോ അവിടെ ഇരുന്നിട്ടാണ്. അതിലിടയ്ക്ക് മറ്റേ ആൾ മാങ്ങറ്റ് വന്നുകാണ്ട് ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ തിന്നിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആദ്യമോന് ഇങ്ങനത്തെ ഉപ്പിലിട്ടിനോടൊന്നും വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല കേട്ടോ. ഓനെ പറഞ്ഞാൽ മറ്റുള്ള അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിക്കില്ല. ഓനെന്താ താല്പര്യം അത് വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ നമ്മൾ വാങ്ങിക്കൊടുത്തൊന്നും ഓന് പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആൾ. അങ്ങനെ ഞാൻ കടലിൻ്റെ വക്കിന് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിട്ടാണ് നിൽക്കുമ്പോൾ ഈ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കില്ലേ. ഈ മഴ ഇങ്ങനെ പോയി കഴിഞ്ഞുള്ള സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. ഉള്ള കയ്യിൽ മാങ്ങ മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ടതും നെല്ലിക്കയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കൂടുതലായിട്ട് കഴിക്കാനൊന്നും ഒന്നുമില്ല. ഈ നെല്ലിക്കയിൽ നല്ല സുർക്ക ഉണ്ടാവും, ഒരു ഭയങ്കര സുർക്കയാണ്. അങ്ങനെ ഞാൻ ഒരു ചെറിയ കഷ്ണം കടിച്ചു തന്നപ്പോൾ എന്നായിക്കോട്ടെ അത് തന്നോളാനിട്ട് ഞാൻ അത് കഴിച്ചിട്ടാണ്. കൂടുതലായിട്ടൊന്നും കഴിച്ചില്ല. എനിക്കൊരു ഇത് തോന്നുക ഭയങ്കര ഒരു ഇത് തോന്നി, ഒരു സുർക്ക
സുർക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് അതിങ്ങനെ അതാണ്. എന്നാലും അത് കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ആ ഒറ്റ ഒന്നേ കഴിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കാൻ മാങ്ങ പിന്നെ കൂടുതൽ സുർക്കയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമലായിട്ടുള്ള പുളിയും കാര്യങ്ങളും കേട്ടോ മാങ്ങയിൽ. പിന്നെ കടലിൻ്റെ ഒരു വൈബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിരിക്കുമ്പോൾ അതിനോട് അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ 10 മിനിറ്റ് ഇരിക്കുമ്പോഴല്ല അപ്പോഴൊരു പ്രത്യേക വൈബാട്ടോ. ഇപ്പോൾ പഴയ മരുന്നില്ല, കടലിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റുകൾ കുറേ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്മെല്ല് കുറച്ച് ബാഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും സ്മെല്ലിങ്ങനെ ഒരു ഇതിൻ്റെ ഒരു സ്മെല്ല് ചീഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇട്ടാ. അപ്പോൾ നമുക്ക് മഴക്കാർ ഇനിയും ഉണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴക്കാറിൻ്റെ ഒരു കമ്മിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ നേരെ കാണുന്നത് ഹാർബറും അതിൻ്റെ ചുറ്റുഭാഗങ്ങളും പിന്നെ ആകാശം നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തരം ഇതാട്ടാ, ഒരു രസമുണ്ട് കാണാൻ തന്നെ. ഒരു പ്രത്യേക ഒരു വൈബാട്ടാ ആകാശത്തേക്ക് നോക്കുമ്പോൾ. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ കാണാമല്ലോ ആകാശത്തിൻ്റെ എങ്ങനെയാണ് ആകാശം എന്നുള്ളത്. ഒരു മേഘം മൂടിക്കൊണ്ട് ഒരു പ്രത്യേക തരം ക്ലൈമറ്റോട് അങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം എൻ്റെ കൂട്ടുകാരത്തി അങ്കലവാടിയിൽ പോണ കൂട്ടുകാരത്തി നമ്മളെ നാട്ടിലുള്ളതിന് കേട്ടോ. അവർ വന്നിട്ട് ആദ്യമോനെ കാണാൻ തൊട്ടടുത്ത് തന്നെ ഒരു പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാട്ടോ അവർ രണ്ടാളും കൂടി. അങ്ങനെ അങ്കലവാടിയിൽ ചെന്ന് നാളഞ്ഞ് പറയണ്ടാവും എങ്ങനെ കൂട്ടുകാരനെ കണ്ടു എന്നുള്ളതൊക്കെ കേട്ടോ. എങ്ങനെ ഏതായാലും നല്ലൊരു ഇതായി എന്നറിയാം. ഓനും ഇഷ്ടപ്പെട്ട്, ഓൻ്റെ കൂട്ടുകാരത്തിക്കും ഇഷ്ടപ്പെട്ട്. കൂട്ടുകാരത്തിക്ക് അവൻ കടലൊക്കെ കൊടുത്തിട്ടോ അവിടെ വന്നപ്പോഴും. ഞാനിങ്ങനെ അവിടെ അന്നാരെ പോകുമ്പോഴൊക്കെ അച്ഛങ്ങനെ പറഞ്ഞേക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കടപ്പുറത്തുണ്ട്. അയാൾ നല്ല മീനൊക്കെ കൊണ്ടെത്തലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ മീനിച്ചിട്ടല്ല കേട്ടോ, ഞാൻ അയാളെ കാണാച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ആളവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ മീനൊന്നും വേണ്ട, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോകാൻ വെക്കാൻ. അങ്ങനെ അയാൾ വന്നേക്ക് മീൻ എന്ത് ചെയ്ത് വന്നിട്ട് ഒരു പുതിയ മീനുണ്ട്, വലിയ പുതിയ മീൻ കുറേ ഉണ്ട് മീൻ ഇട്ടതിൽ. എങ്ങനെയാലും 2 കിലോൻ്റെ അടുത്ത് മീൻ ഉണ്ടാവും കേട്ടോ ആൾ കൊണ്ടു തന്നത്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ മീനിച്ചിട്ടല്ല, ഞാൻ മൂപ്പരങ്ങനെ കാണാച്ചിട്ടില്ല എന്നുള്ള ഇതാണ് കേട്ടോ. കാരണം അങ്ങനെ ആളെ കണ്ടു, ആൾ നല്ല ബെറ്റർ കേട്ടോ, നല്ല ഇതാണ്, നല്ല ഇഷ്ടപ്പെട്ടു അയാളെ സംസാരം കാര്യങ്ങളും നമ്മളായിട്ടുള്ള ആ ഒരു പെരുമാറ്റം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനത്തെ ഒരു വ്യക്തി ആൾ ഇപ്പോഴും ആ ഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് വേണ്ടി മനസ്സിൽ കൊണ്ട് താക്കാൻ വയ്യ. കാരണം അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറായിട്ട് ആൾ. കാരണം എപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. ഇതേപോലെ മീൻ കൂടുതലുള്ള സമയത്ത് അച്ഛനെ വിളിക്കുമല്ലോ, അച്ഛൻ നിങ്ങൾ കൊണ്ട് വരി, സുബ്രേട്ടൻ അങ്ങോട്ട് വരി, നമുക്കിവിടെ കുറച്ച് മീനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കലിട്ട് ആൾ. നല്ലൊരു ക്യാരക്ടറാട്ടോ. അങ്ങനെ ഒരാൾ ഞാനത് ഫോട്ടോ അളിയൻ്റെ അടുത്ത് അളിയൻ്റെ അടുത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അളിയനോട് പറഞ്ഞപ്പോൾ അളിയൻ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ നമുക്കത് എന്താ വെച്ചാൽ വീഡിയോ എടുക്കണം വെച്ചിട്ടില്ല, ആ ഒരു വ്യക്തിനെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലുണ്ടായ ഒരു ഇതുണ്ടല്ലോ, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ആൾ നല്ലൊരു മനുഷ്യൻ തന്നെ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ആൾ ഞാൻ ആ ബാക്കിലുള്ള വലിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ കുറച്ച് ബാക്ക് വഹിച്ചു കൊടുക്കുക സഹായിക്കുകയാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ മൂപ്പര് വേറൊരു ബൈക്ക് വന്നു. ആ ബൈക്കുമ്പോൾ പോവാട്ടോ. മൂപ്പരെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അവർക്കിപ്പോൾ പണി ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് പണിയില്ല, പണി പൊതുവേ കുറവാണ്, വളരെ കുറവാണ് പണിയെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് നമുക്കറിയാലോ. എല്ലാവർക്കും പൊതുവേ പണി ഡിമ്മായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ. അവർക്കിപ്പോൾ ഈ ട്രോളിങ് ആയത് കാരണം പണിക്ക് പോകാനും പോയി. ഇനിയിപ്പോൾ അടുത്ത മാസമേ തുടങ്ങുള്ളൂ കേട്ടോ. ഈ മാസം എന്തായാലും തുടങ്ങൂല കേട്ടോ ഇനി. കാരണം അത്രയ്ക്ക് ഇതായി കിടക്കില്ല മൊത്തത്തിൽ എല്ലായിടത്തും ഈ പ്രശ്നം, പണി പോകാൻ പറ്റാത്ത പ്രശ്നം, കടൽക്ഷോഭവും ഇതൊക്കെ കൂടി രൂക്ഷമായി നിൽക്കുന്ന നേരമല്ല ഇപ്പോൾ. ഏതായാലും അവരെ അവസ്ഥ ഇത്രത്തുള്ളൂ. നമുക്കെന്താ വെച്ചാൽ ഭയങ്കര സീനാണ് അവരെ അവസ്ഥ. എല്ലാവരെ പോലെ തന്നെയല്ല. അങ്ങനെ ഞാൻ കടപ്പുറമൊക്കെ പോയി വന്നു. ഞങ്ങളിനി നേരെ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പോകാമെന്നുള്ള ഉദ്ദേശമുള്ളൂ കേട്ടോ. നമ്മളിനി നാട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അന്നാരെത്തണം കേട്ടോ. സമയം ഒരുപാട് വൈകിപ്പോയില്ലേ, അപ്പോൾ തന്നെ ഇരുട്ടായി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് കടപ്പുറത്തുള്ള അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ നന്നായിട്ടത് ഒരുവിധം വലിയ മീനൊക്കെ ഉണ്ട്. നിലത്ത് കണ്ട ഇത് ഒരുവിധം വലുത് പിടിച്ചെങ്ങനെ പിടിച്ച കവർ പിടിച്ചാൽ ഒരുവിധം വലിയ മീനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കുറേ മീനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ മണക്കുന്നുണ്ട്, എന്നാലും വേണ്ടി എടുത്തേക്ക് ഇനി ബാക്കിക്ക് എടുത്തേച്ചാട്ടെ. അപ്പൊ ഞങ്ങളിതാ പോരാ കേട്ടാ. ഞങ്ങൾ ഹാർബറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മൂപ്പര് ഒന്നരാടെ മീൻ തരുന്ന ആളാണ് കേട്ടോ. ആള് നല്ല സൂപ്പർ മനുഷ്യനാണ്. അപ്പൊ മൂപ്പര് ഞാൻ കാണാച്ചിട്ട് ഞാൻ പോയതാട്ടോ. മൂപ്പര് ഇവിടെ ഹാർബറിലാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ കാണാച്ചിട്ടാണ് ഞാൻ ഹാർബറിലേക്ക് വന്നത് കേട്ടോ.